ബാക്കിൽ കാണുന്നത് ഡിഫൻഡറിൻ്റെ ക്ലേ മോഡലാണ്. അവരെങ്ങനെയാണ് ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ റോഡിൽ കാണുന്ന വണ്ടി എന്നുള്ള രീതിയിലാക്കിയത്. ബാക്കിൽ കാണുന്നതിന് ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കാറുകൾ ഡിസൈൻ ചെയ്ത് റോഡിൽ ഇറക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും ചെയ്തിറക്കുന്നില്ല, അത്യാവശ്യം നല്ല ഹെവി വർക്കൊക്കെ ചെയ്തിട്ടാണ് അവർ ഇറക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കയറിയ നമുക്ക് വണ്ടികളുടെ പാർട്സ് എല്ലാം കാണാം. വണ്ടികളുടെ പാർട്സ് കാണിക്കുന്ന ഒരു ഏരിയയാണ്. ഞാനൊരു വൈഡ് ലെൻസ് ഇടാം ഗൈസ്, കുറച്ചുകൂടെ ഒരു വ്യൂ കിട്ടും. ഇതൊക്കെ വേരിയസ് പ്രസ്സസും സീൽസൊക്കെയാണ്. ഇവിടെയും കുറേ കളക്ഷൻ ഉണ്ട്, മിനിയേച്ചറിൻ്റെ. ഇതൊന്നും സെയിലിനുള്ളതല്ല, ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. നീൽ ബ്രോ, ഇത് വണ്ടിയുടെ പാർട്സുകളാണ്. ഇത് വില്യം മോറിസിൻ്റെ ഓഫീസാണ്. അകത്ത് കാണാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കണ്ടു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതിൻ്റെ അകത്തൊരു ഡിസ്പ്ലേ ആണ്. ഇത്തരത്തിൽ വരുമ്പോൾ ഹെർബർട്ട് ഓസ്റ്റിൻ്റെ ഓഫീസാണ്. ഹെർബർട്ട് ഓസ്റ്റിൻ അത് നല്ല കൺസെപ്റ്റ്. പുള്ളിക്കാരനൊക്കെ മരിച്ചുപോയി, പക്ഷേ ആ ഒരു ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക പുള്ളിക്കാരൻ അവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഓക്കെ ഗൈസ്, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് തപ്പിയുള്ള യാത്രയാണ്. ഇവിടെ തന്നെ കഫേ ഉണ്ട്, സോ നമുക്ക് കഫേ പോയി എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള വണ്ടികൾ കാണാം. നമ്മൾ കഫേയിലോട്ട് പോകുന്ന വഴി ഇവിടെയും കുറേ ഹെറിറ്റേജ് വണ്ടികൾ നമുക്ക് കാണാം. ഫുള്ളുണ്ട്. നമുക്കിനി എസ്കലേറ്റർ കയറിയിട്ട് മുകളിലോട്ട് പോകാം. ഇതാണ് ഗൈസ് കഫേ. ഇവിടെ ഫുഡ് കിട്ടുമല്ലോ. കഫേ ഇതിൻ്റെ അകത്താണ് ഗൈസ്. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സോസേജ് റോള്, ഫ്രൈഡ് പൊട്ടറ്റോ, ഡൽഹി സാൻഡ്വിച്ച്. ഇതാണ് കഫേ, ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തുള്ളത്. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ ഗൈസ്. സോ ഗൈസ്, ഞാൻ ഇവിടെ നിന്നൊരു പെരി പെരി ചിക്കൻ ബ്രൗൺ ബ്രെഡ് സാൻഡ്വിച്ചും മേടിച്ച്, അതുപോലെ തന്നെ ഒരു ആപ്പിൾ ജ്യൂസും മേടിച്ച്. ഇവിടെ വേറെയും മെനു ഐറ്റംസ് ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, സാൻഡ്വിച്ചും ഒരു ജ്യൂസും കുടിച്ചു. ഇനി നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. അവിടെ ഒത്തിരി കാർസ് ഉണ്ട്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മൾ മുകളിലെത്തി. എല്ലാം വിൻറ്റേജ് കാർസാണ് ഇവിടെ ഉള്ളത്. ഇത് വോക്സ്വാഗണിൻ്റെ 5 bhpയുടെ കാറാണ്. ഇതിൽ കണ്ടോ, ഈ കോയിനൊക്കെ കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നവർ. വോക്സ്വാഗണിൻ്റെ വണ്ടി. ഇതെല്ലാം വോക്സ്വാഗൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വോക്സ്വാഗൺ. പണ്ടത്തെ വണ്ടി. ഇത് വോക്സ്വാഗണിലാണ്. ഇത് പുതിയ വോക്സ്വാഗണിൻ്റെ വണ്ടിയാണ്. കുറച്ചൊരു മോഡേൺ ഡിസൈൻ. അപ്പോൾ ഇങ്ങനത്തെ സ്പോർട്സ് കാറുകളാണ് അവർ കൂടുതൽ ഇറക്കുന്നത്. അവരുടെ തന്നെ ഒരു വാൻ ഇവിടെ കിടപ്പുണ്ട്. അവർ ഭയങ്കര നീറ്റായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. ഇവിടുന്ന് മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചിരായി. നമ്മളിതാ അവിടെ താഴെയാണ് ഇറങ്ങിയത് നേരത്തെ.
ഇത് ഓക്സോളിൻ്റെ 2004 മോഡൽ വണ്ടിയാണ് VXR 220. ഇതൊക്കെ നമ്മൾ NFS ഗെയിമിൽ കാണുന്ന വണ്ടികളാണ്. ഇത് ഓക്സോൾ ആസ്ട്ര കൂപ്പ് എന്ന് പറയുന്നത്. അപ്പുറ സൈഡിൽ ഇരുന്ന് കുറച്ചുകൂടെ ഓൾഡ് മോഡൽ വണ്ടികളാണ്. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവന്ന കോണ്ടസ് ഇല്ലേ, കോണ്ടസിൻ്റെ അതേ ഒരു ലുക്കുണ്ട്. പക്ഷേ ഇതും വോക്സോളാണ്. FE വിക്ടർ എന്ന് പറയുന്നത്, വോക്സോൾ കാവലിയർ എന്ന് പറയുന്നത്. സോ ഗൈസ്, നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ജാഗ്വാറിൻ്റെ കളക്ഷൻസിലാണ്. സോ ഇവിടുന്ന് കഴിഞ്ഞ് നമുക്കിത് ആ സ്റ്റിക്കർ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കയറാം. ഇപ്പോഴേ ആയതുകൊണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമുക്കിവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ട കൊണ്ട് ഇന്ന് നമുക്ക് പോവാം. ഇനി അങ്ങോട്ട് പോകുന്നത് ജാഗ്വാർ കളക്ഷൻ കാണാനാണ്. സോ ഇവിടെ ഒരു കാറിന് കണ്ടോ, രണ്ടായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എൻജിനും സംഭവങ്ങളൊക്കെ കണ്ടോ. ഇത് MGയുടെ വണ്ടിയാണ്. ഒരു രണ്ടായിട്ട് സ്പ്ലിറ്റ് വെച്ചേക്കുക വണ്ടിയുടെ ആ ഒരു ഫുൾ കൺസ്ട്രക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ജാഗ്വാർ കളക്ഷൻ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. സീ ഗൈസ്, ഇതാണ് ജാഗ്വാർ കളക്ഷൻസ്. ജാഗ്വാറിൻ്റെ റേസിംഗ് കാർസും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇവിടെ എല്ലാം ജാഗ്വാറിൻ്റെ വണ്ടികളാണ്. അവരുടെ കുറേ ഹെറിറ്റേജ് ഫോട്ടോസും പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്. റേസിംഗ് ഹിസ്റ്ററിയും കാണിക്കുന്നെല്ലാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. E16 എൻജിൻ. ഓ, ഇത് സൂപ്പർ, ഒരു രക്ഷയില്ല ഈ വണ്ടി. ജാഗ്വാറിൻ്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഫുൾ ഏകദേശം ഒരു 250+ ജാഗ്വാർ കാർസാണുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ്. ഇതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലും കാർസുകളുണ്ട്. ഇത് XC Project 8 എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഇത് കുറച്ച് പേരെങ്കിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. XC Project 8 പെർഫോമൻസ് വണ്ടിയാണ്. ഇത് Project 7. ഇത് V8 സൂപ്പർ ചാർജ്ഡ് എൻജിനാണ് ജാഗ്വാറിൻ്റെ. 2009-2013 ടൈമിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡലാണ്. ഒരു വണ്ടി അവർ ഡിസ്മാൻറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എൻജിനും സിലിണ്ടേഴ്സും ടയേഴ്സും എല്ലാം ഉണ്ട്.
എന്ന് പറയുന്നൊരു പോലീസ് വെഹിക്കിളാണ്, പണ്ടത്തെ പോലീസ് വെഹിക്കിൾ. നിങ്ങൾ ജെയിംസ് ബോണ്ടിൻ്റെ കാർ കണ്ടിട്ടുണ്ട്? ജാഗ്വറിൻ്റെ ജെയിംസ് ബോണ്ടിൻ്റെ കാറ് 1998 ഇതേ കിടക്കുന്നു. ഇതാണ് ജെയിംസ് ബോണ്ടിൻ്റെ കാറ്. ഇത് നോക്കിക്കേ, ഇവിടെ കണ്ടോ? ഇതാണ് ജെയിംസ് ബോണ്ടിൻ്റെ വണ്ടി. ഇതേ ഗണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. സൂപ്പർ ചാർജ്ഡ് XKR. ഗൈസ്, ഈ കാറ് 1937 ബിൽഡ് ചെയ്തതാണ്. അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടോ? ഇതൊരു റീഫർബിഷ് ചെയ്തതല്ല, ഇത് വണ്ടി അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതാണ്. മെയിൻലി ആദ്യം വിചാരിച്ച് റീഫർബിഷ് ചെയ്തതാണ്, പക്ഷേ അല്ല, അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതാണ് ഇൻറ്റീരിയറൊക്കെ. അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18 ജാനുവരി 1937 അന്ന് ബിൽഡ് ചെയ്ത വണ്ടിയാണ് ജാഗ്വറിൻ്റെ. നമ്മൾ താഴത്തെ ലെവലിലുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കാർസ് ഉണ്ട്, നമുക്ക് നോക്കാം. മുകളിലത്തെ ഫ്ലോറിലെ വണ്ടികൾ. ഒരു ഹോണ്ടയുടെ വണ്ടികൾ കിടക്കുകയാണല്ലോ. സിവിക് ടൈപ്പ് R 2021 മോഡൽ ഹോണ്ട സിവിക് ടൈപ്പ് R ആണ്. വർക്ക്ഷോപ്പ് നമുക്കിവിടെ നിന്ന് കാണാം. വർക്ക്ഷോപ്പ് വ്യൂയിങ് ഗാലറി. നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് വർക്ക്ഷോപ്പ് കാണാൻ പറ്റും. മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടിടുന്ന വണ്ടികളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കിടക്കുന്ന വണ്ടികളുടെ ഒരു ഏരിയയാണിത്. ഇവിടെ ഒരു ഹോണ്ട സിവിക് ടൈപ്പ് R ഉണ്ട്. നമുക്ക് ആ സൈഡിലോട്ട് പോയി നോക്കാം. ഇതെല്ലാം പഴയ മോഡൽ വണ്ടികളാണ്, വോക്സോയിലും. ഇത് ജാഗ്വർ മാത്രമല്ല, ഇവിടെ ഒരു മിക്സഡ് കളക്ഷനാണ്. സോ ഇതും ഈ ഒരു മ്യൂസിയത്തിൻ്റെ പാർട്ടാണ് ഈ ഒരു ബിൽഡിങ്. ഇവിടെ ഫുൾ ഹെറിറ്റേജ് വണ്ടികളാണ്. എന്തുമാത്രം സ്റ്റോക്ക് അവർക്ക് ഉണ്ടെന്ന് നോക്കിയേ ഗൈസ്. മിനിയുടെ തന്നെ വേറെ വേറെ വേർഷൻസ് ഉണ്ട്. ഇവിടെ മിക്സഡ് ബ്രാൻഡ്സ് ആണ്. ഇത് ജാഗ്വർ മാത്രമല്ല, മിക്സഡ് ഒരുപാട് വണ്ടികളുണ്ട്. റേഞ്ച് റോവറിൻ്റെ വണ്ടികളും. ഈ റേഞ്ച് റോവർ നോക്കി, പഴയ V8. മൈ ഗോഡ്. ഈ ഒരു ബിൽഡിങ്ങും നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിയത്തിൻ്റെ പാട്ടുണ്ട്. ഫുൾ കാറുകളാണ്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നുണ്ടോ? ഫുൾ കാറുകളാണ്.
ഇതൊരു മിക്സഡ് കളക്ഷനാണ്. എം ജി, മിനി, പിന്നെ റേഞ്ച് റോവർ, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു പഴയ വണ്ടികളെല്ലാം ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് ഇതൊരു മിക്സഡ് കളക്ഷൻ ഏരിയയാണ്. നമ്മൾ താഴെ കണ്ടത് ജാഗ്വാറിൻ്റെ മാത്രമായിരുന്നു. സോ ഇവിടെ മിനിയൊക്കെ കിടക്കുന്നുണ്ടോ. ഇതും ജെയിംസ് ബോണ്ടിൻ്റെ വണ്ടിയാണ്. ലാൻഡ് റോവർ ഡിഫൻഡർ 110 ജെയിംസ് ബോണ്ട് സ്കൈഫോൾ ഫിലിം കാർ. ഉണ്ടോ, ഫിലിമിൽ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ പറ്റി അതേപോലെ അവരിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഒരു സ്റ്റേഷൻ വാഗനാണ്. 1990 മോഡലാണ്. ഇതിന് ജിറാഫ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. ഇതിപ്പോഴത്തെ ഡിഫൻഡറിലും ഉണ്ട്. ഇവിടെ കാർ മാത്രമല്ല, അതാണ്ട് വണ്ടിയുടെ എൻജിൻ ജോൺ ചെയ്യണ പണ്ടത്തെ മെഷീൻസ്, കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതും വണ്ടിയുടെ ഇതെന്തുവാ, ഇത് ഹോക്ക് മാർക്ക് 4 എൻജിൻ. ഇതൊക്കെ എൻജിനാണ്. ഇതൊക്കെ റിപ്പയർ ചെയ്യുന്ന ടൂൾസാണ് പണ്ടത്തെ. ഇത് ഇലക്ട്രിക്കൽ സർവീസ് ടൂൾസ്. ഫോർഡ് 105 ഈ സെക്ഷൻ്റെ എൻജിൻ. ഇതൊക്കെ എൻജിൻസാണ് കേട്ടോ. ഇതും എൻജിനാണ്. ഇവിടെ ഒരു റോവറിൻ്റെ ഒരു വലിയൊരു ട്രക്ക് കിടപ്പുണ്ട്, ക്രെയിൻ ട്രക്ക്. ലാൻഡ് റോവറിൻ്റെ ട്രക്കാണ് ഗൈസ്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്രിട്ടീഷ് മോട്ടോർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പലരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുപുത്തൻ കിട്ടിലും വീഡിയോസ് ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരെയും സീ യു, ബൈ. Shining like a